വാട്ട് ബുക്സ് ആൻഡ് ബറിയൽസ് ടെൽസ് us. ഗ്രന്ഥങ്ങളും കുഴിമാടങ്ങളും ഒക്കെ നമ്മളോട് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഗ്രന്ഥങ്ങൾ എന്നാൽ ഇവിടെ വേദങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. വേദങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 വേദങ്ങളാണ് ഉള്ളത്. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. ഇതില് ആദ്യകാലത്തെ വേദം ഋഗ്വേദമാണ്. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് രചിക്കപ്പെട്ടത്. ഏകദേശം 1000-ലധികം വരികൾ ഇതിലുണ്ട്. സൂക്തങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. സൂക്ത എന്നാൽ വെൽ സെഡ് അഥവാ നന്നായി പറഞ്ഞത് എന്നാണ് അർത്ഥമാക്കുന്നത്. ദേവി ദേവന്മാരെ സ്തുതിക്കുന്നതാണ് ഇതിലെ വരികൾ. പ്രധാനമായ 3 ദേവന്മാരെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഒന്ന് അഗ്നി, ഗോഡ് ഓഫ് ഫയർ, തീയുടെ ദൈവം. ഇന്ദ്ര, വാരിയർ ഗോഡ്. സോമ, ഇതൊരു സ്പെഷ്യൽ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുതരം സസ്യമാണ്, ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് 3മാണ് പ്രധാനപ്പെട്ട ദേവന്മാർ. ഋഗ്വേദത്തിലെ വരികൾ എഴുതിയത് ഋഷിമാരാണ്. പുരോഹിതന്മാർ ഇവ അവരുടെ ശിഷ്യർക്ക് പകർന്ന് കൊടുക്കുന്നു. കൂടുതൽ വരികളും എഴുതിയിരിക്കുന്നത് പുരുഷന്മാരാണ്. സ്ത്രീകളും എഴുതിയിട്ടുണ്ട്. ഋഗ്വേദം പഴയ ഒരു വേദമാണ്. അതുപോലെ അത് വേദ സംസ്കൃതത്തിൽ ഉള്ളതാണ്. വരികൾ എഴുതി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ആദ്യമായി കമ്പോസ് ചെയ്യുന്നത്. അതേപോലെ ഗ്രന്ഥരൂപത്തിലാക്കുന്നത് 200 വർഷങ്ങൾക്ക് മുമ്പും മാത്രമാണ്. സംസ്കൃതം എന്ന ഭാഷ ഇൻഡോ യൂറോപ്യൻ ഭാഷകളുടെ കുടുംബത്തിൽപ്പെടുന്നവയാണ്. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആസാമീസ്, ഗുജറാത്തി, ഹിന്ദി, കാശ്മീരി, സിന്ധി തുടങ്ങിയവയെല്ലാം ഇൻഡോ യൂറോപ്യൻ ഭാഷയിൽപ്പെടുന്നതാണ്. കൂടാതെ ഏഷ്യൻ ലാംഗ്വേജസ് ആയിട്ടുള്ള പേർഷ്യൻ, യൂറോപ്യൻ ലാംഗ്വേജസ് ആയ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഗ്രീക്ക്, ഇറ്റാലിയൻ, സ്പാനിഷ് ഇവയെല്ലാം ഇൻഡോ യൂറോപ്യൻ കുടുംബത്തിൽപ്പെടുന്നതാണ്. ഈ ലാംഗ്വേജസ് ഒരു കുടുംബത്തിൽ പെടുന്നു എന്ന് പറയാൻ കാരണം കോമൺ ആയിട്ടുള്ള വേർഡ്സ് ഈ ലാംഗ്വേജസ് എല്ലാം ഉള്ളത് കൊണ്ടാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ മാതൃ എന്നുള്ള സംസ്കൃത വാക്ക് ഹിന്ദിയിൽ മാ എന്നാണ് പറയുന്നത്. അതുപോലെ ഇംഗ്ലീഷിൽ ഇത് മദറാണ്. ഇനി ഇന്ത്യയിലെ മറ്റ് ലാംഗ്വേജുകളൊക്കെ നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിലുള്ള ലാംഗ്വേജസ് ടിബറ്റോ ജർമ്മൻ ഫാമിലിയിൽ പെടുന്നതാണ്. തമിഴ്, തെലുങ്കു, കന്നഡ, മലയാളം ഇവയെല്ലാം ദ്രവീഡിയൻ ഫാമിലിയിൽ പെടുന്നു. ജാർഖണ്ഡിലും സെൻട്രൽ ഇന്ത്യയിലുള്ള ലാംഗ്വേജസ് ഓസ്ട്രോ ഏഷ്യാറ്റിക് ഫാമിലിയിൽ പെടുന്നതാണ്. ചരിത്രകാരന്മാർ എന്ന് പറയുമ്പോൾ ആർക്കിയോളജിസ്റ്റുകൾ ഋഗ്വേദത്തെ എങ്ങനെയാണ് ചരിത്രപരമായി പഠിക്കുന്നത് എന്ന് നോക്കാം. ഋഗ്വേദത്തിലെ ചില വരികൾ സംഭാഷണ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. വിശ്വാമിത്ര എന്ന ഋഷിയും ദേവതകളായി കരുതുന്ന 2 നദികളായ സത്ലജും ബീസും ആയിട്ടുള്ള സംഭാഷണമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സംഭാഷണങ്ങളിൽ നിന്ന് ചരിത്രകാരന്മാർ എന്ത് മനസ്സിലാക്കിയെടുത്തു എന്നാൽ ഈ വരികൾ എഴുതുന്നത് നദീതീരങ്ങളിൽ നിന്നുള്ള പ്രദേശങ്ങളിൽ നിന്നാണ്. കൂടാതെ കുതിരകളും പശുക്കളും വളരെ വിരടിപ്പുള്ള ഒരു സമൂഹമായിരിക്കണം അത് എന്നും അതുകൊണ്ടാണ് നദികളെ അവയോട് കമ്പയർ ചെയ്തതെന്നും ചരിത്രകാരന്മാർ കണ്ടെത്തി. ഋഗ്വേദത്തിലെ വരികളിൽ ഇൻഡസ് നദിയും അതിന്റെ പോഷക നദികളും പിന്നെ സരസ്വതി നദിയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ഗംഗയും യമുനയെല്ലാം കുറിച്ച് ഒരു തവണ മാത്രമേ പറയുന്നുള്ളൂ. ഋഗ്വേദത്തിലെ പ്രാർത്ഥനകളും യുദ്ധങ്ങളും അവയെക്കുറിച്ച് നോക്കിയാൽ പ്രാർത്ഥനകൾ കൂടുതലും ആടുമാടുകൾക്കും കുതിരകൾക്കും ആൺകുട്ടികൾക്കും വേണ്ടിയാണ്. കുതിരകളെ രഥത്തിൽ ബന്ധിച്ച് യുദ്ധത്തിനായും മറ്റുപയോഗിച്ചിരുന്നു. യുദ്ധങ്ങൾ പ്രധാനമായും പശുക്കളെ പിടിച്ചടക്കാനും ഭൂമി, വെള്ളം, മനുഷ്യർ തുടങ്ങിയവയെയും പിടിച്ചെടുക്കുന്നതിനും കീഴടക്കുന്നതിനും വേണ്ടിയായിരുന്നു. സമ്പത്തിന്റെ ഒരു ഭാഗം യാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കുമായി വിനിയോഗിച്ചിരുന്നു. വേദങ്ങളിൽ അക്കാലത്തെ പൊളിറ്റിക്കൽ ലൈഫിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. രാജാവായിരുന്നു സ്റ്റേറ്റിന്റെ തലവൻ. എങ്കിലും അദ്ദേഹത്തിന് തലസ്ഥാനമോ കൊട്ടാരമോ പട്ടാളമോ നികുതി പിരിക്കുന്നതിനുള്ള അധികാരമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വേദകാലഘട്ടത്തിലെ തൊഴിലുകൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കിയാൽ കൃഷി, കന്നുകാലികളെ മേയ്ക്കൽ, രഥം നിർമ്മിക്കൽ, പാത്ര നിർമ്മാണം, ആഭരണ നിർമ്മാണം, മെറ്റൽ കൊണ്ടുള്ള വസ്തുക്കൾ നിർമ്മിക്കുക തുടങ്ങിയവയായിരുന്നു തൊഴിലുകൾ. വേദങ്ങളിൽ പറയുന്ന ഒരു വിഭാഗമാണ് ദാസന്മാർ അഥവാ ദാസികൾ എന്നൊക്കെ പറയുന്നത്. ആര്യന്മാരാണ് വേദങ്ങൾ രചിച്ചത്. ഒരു വിഭാഗം ജനങ്ങൾ അതിനെ എതിർത്തിരുന്നു. ഈ എതിർത്ത വിഭാഗമാണ് ദാസന്മാരും ദാസികളും അഥവാ അടിമകളായി കണക്കാക്കിയിരുന്നത്.
സാമൂഹികമായ വ്യത്യാസങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒന്നാണ് ബറിയൽസ് അഥവാ ശവമാടം, കുഴിമാടത്തിന്റെ പ്രത്യേകത. വ്യക്തിയെ അടക്കുമ്പോൾ അയാൾക്കൊപ്പം കുറച്ച് വസ്തുക്കൾ കൂടി കുഴിമാടത്തിൽ വെക്കുമായിരുന്നു. ബ്രഹ്മഗിരിയിൽ നിന്നും കണ്ടെടുത്ത ഒരു അസ്ഥികൂടത്തിനൊപ്പം 33 സ്വർണ്ണ മുത്തുകളും 2 കല്ലുമുത്തുകളും ശംഖുകളും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം മറ്റൊരു അസ്ഥികൂടത്തിനൊപ്പം ഒരു പാത്രം മാത്രമാണ് നമുക്ക് ലഭ്യമായത്. ഇതിൽ നിന്നും ജനങ്ങൾക്കിടയിൽ സാമൂഹികമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നും ധനികരും ദരിദ്രരും എന്നുള്ള ഒരു വ്യത്യാസം അവർ കാണിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരേ സ്ഥലത്തു നിന്നും ഒരു കുടുംബത്തിൽപ്പെട്ടവരെ തന്നെ അടക്കം ചെയ്യുന്ന രീതിയും ഉണ്ടായിരുന്നു. മെഗാലിത്തുകൾ ഉപയോഗിച്ചായിരുന്നു ഇത്തരം അടക്കം ചെയ്യലുകൾ, അതായത് വലിയ കല്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടക്കം ചെയ്യൽ. ഇനാംഗോണില് പ്രത്യേക തരത്തിലുള്ള ബറിയൽസും കണ്ടെത്തിയിട്ടുണ്ട്. മൃഗങ്ങളെ അവർ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അസ്ഥികൂടങ്ങളെ കുറിച്ച് പഠിക്കുന്നത് വഴി ഡെഡ് ബോഡികളെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവ് ലഭിച്ചിട്ടുണ്ട്.